നേരം പോയി ഫോണിൽ തോന്നിക്കൊണ്ടിരുന്ന നേരം പോയി. പെട്ടെന്ന് കറി വെച്ച് തീർക്കണം. ഫോണിൽ തോണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബോധം പൊക്കണമില്ല. അങ്ങനെ ഇരിക്കും. നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ചെറുതായിട്ടല്ല, നമ്മുടെ നോർമലി നമ്മൾ കുത്തി അരിയാണ് ചെയ്യുന്നത്. ഇടുക്കിക്കാരൊക്കെ കുത്തി അരിഞ്ഞാണ് കേട്ടോ കറി വെച്ചുകൊണ്ടിരുന്നത്. പണ്ട് കാലത്തൊക്കെ കുത്തി അരിഞ്ഞാണ് കറി വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കുത്തി അരിയുന്നവർ കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കറി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. സമയമില്ല. എനിക്ക് ഒട്ടും സമയമില്ല. ഫോണിൽ ഇങ്ങനെ കുത്തി ഇരുന്ന് തോണ്ടി ഒരു ദിവസം മുഴുവൻ കഴിച്ചു. അപ്പൊ വെറുതെ നമ്മൾ ഈ പശുവിനൊക്കെ കൊടുക്കുന്ന പോലെ വെട്ടി എറിഞ്ഞിട്ട് കറി വെച്ചത്. ചൈനീസ് കറികളിൽ കാണത്തില്ലേ നല്ല നീളത്തിലൊക്കെ കിടക്കുന്നത്, അതുപോലെ നീളത്തിലൊന്നും ഉണ്ടാവില്ല. ഷേപ്പ് ചില സമയത്ത് ഷേപ്പും ഉണ്ടാവില്ല. കയ്യോറില്ല, അല്ലെങ്കിൽ സിമ്പിളായിട്ട് അറിയാമായിരുന്നു. കയ്യോറ് മേടിക്കാൻ എന്നും മറക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഫുള്ള് കൃത്യമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണ്ടേ. അതിങ്ങനെ ചെറുതായിട്ട് കുത്തി അരിഞ്ഞ് തോരൻ വെക്കുമ്പോണ്ടല്ലോ, അത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്, കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതേ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാമേ. അപ്പം ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പില ഉണ്ട്. നമുക്കിനി ഇത് താളിക്കാമേ. തീ കത്തിച്ച് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാമേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരാൻ തുടങ്ങുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് അരി ഇട്ട് കൊടുക്കാമേ. ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. ആ എണ്ണക്കകത്ത് മഞ്ഞപ്പൊടി ഒന്നിട്ട് വേണമെങ്കിൽ പെട്ടെന്ന് നല്ല മഞ്ഞ കളറായിട്ട് വരും കേട്ടോ നമ്മുടെ ക്യാബേജിന്. ഒരു 3/4 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചേ ഉള്ളൂ കേട്ടോ ക്യാബേജ്, അതുകൊണ്ടാണ്. ഇത് അതിന്റെ നടുക്കോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാമേ. ഇതാ, അധികം ഇടത്തില്ല, കുറച്ച് തേങ്ങ ഇടുന്നുള്ളൂ. ഒരു പേരിന് തേങ്ങ ഇട്ടിട്ടുണ്ട്, തോരനാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം. ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തീ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ ചോട്ടിൽ പെട്ടെന്ന് പിടിക്കും. ഇത് തേങ്ങ ഇടാതെ ഉണ്ടാക്കാട്ടോ. ഞാൻ മിക്കവാറും തേങ്ങ ഇടാതെയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ഇടാതെ മെഴുക്ക് വരട്ടി പോലെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ മഞ്ഞ കളർ തന്നെ ആയിരിക്കുന്നുള്ളൂ. മുളക് പൊടി ഇടത്തില്ല. പച്ചമുളക് തന്നെ അരിഞ്ഞിട്ട് തേങ്ങ ഇടാതെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതേ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി തോർത്താനിടാമേ. അതിലെ ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് പോണം. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി തോർത്തിയിട്ട് തീ നിർത്തി നമുക്ക് ചെറുതായിട്ടൊന്ന് മൂടി വെക്കാം.